ഞാൻ ഒരു ചെറിയ കച്ചവടക്കാരനാണ്. എൻ്റെ കിട്ടുന്ന വീതത്തിൽ നിന്ന് ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് വിശ്വാസയോഗ്യമായ ബാങ്ക് ആയിക്കോട്ടെ, ബാങ്കിൽ നിക്ഷേപിക്കാം. മറ്റു കുറികളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. അങ്ങനെ കിട്ടുന്ന 50, 100, 200 അത് സ്വരൂപിച്ച് അതിന് കാലാവധി തികയുമ്പോൾ ഞാൻ SP അക്കൗണ്ടിലേക്ക് മാറ്റിയിടും. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ ഇടയായിട്ട് എനിക്ക് വന്നപ്പോൾ പൈസ കിട്ടിയില്ല. അപ്പോൾ അടുത്തൊരു ഡേറ്റ് പറഞ്ഞപ്പോൾ ആ ഡേറ്റിന് വന്നപ്പോഴും കിട്ടിയില്ല. പിന്നെ എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വന്നപ്പോൾ അവരുടെ ഡേറ്റ് പറഞ്ഞു, അത് കിട്ടിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ഈ പൈസയും കണക്കൂട്ടി ബാധ്യതയിൽ നിന്നും ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മോളുടെ കല്യാണ ആവശ്യത്തിന് വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അജണ്ട ഉണ്ട്, എന്തായാലും ഞങ്ങളിവിടെ പ്രശ്നത്തിലാണ്, കല്യാണത്തിൻ്റെ ആവശ്യക്കാർക്ക് മുൻഗണന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും പറഞ്ഞയച്ചു. കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോഴും കല്യാണത്തിന് മുമ്പ് വന്നപ്പോഴും പലപ്പോഴും വന്നപ്പോഴും ഇവരൊന്നും യാതൊരു റെസ്പോൺസും ഇല്ല. അതായത് എനിക്ക് കിട്ടാനുള്ള സംഖ്യയിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കലക്ഷൻ ചെയ്ത് ഒരു 10,000 കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര ലക്ഷം റുപ്യ കടമുള്ള ആളെ ഞങ്ങൾക്ക് ഒരു 1000 വെച്ചോളി അല്ലെങ്കിൽ ഒരു 500 വെച്ചോളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടില്ല. അപ്പം ഇനി അടുത്ത മാർഗം എന്ത് സ്വീകരിക്കണം എന്നറിയാതെ എനിക്ക് സമൂഹത്തിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള ബാധ്യതകളുടെ ഇടയ്ക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടുന്നുള്ള പൈസ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ പൈസ കണ്ട് ഞാൻ റൊട്ടേഷൻ ചെയ്ത് ഞാൻ കറങ്ങി. എത്രയാണ് നിങ്ങളുടെ നിക്ഷേപം? ഏകദേശം ഇപ്പോൾ ഈ 100, 50, 200 അടച്ചുണ്ടാക്കിയത് ഒരു 2 ലക്ഷം രൂപയോളം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഡെയിലി കളക്ഷനായിരുന്നു. കളക്ഷനിൽ വരുന്ന പൈസ SPയിലേക്ക് മാറ്റും. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു ഇതായിട്ട് ഇരിക്കട്ടെ ഇത്. ഇവിടുന്ന് പോകില്ല ഇനിയിപ്പോൾ? ഇല്ല, പൈസ കിട്ടിയിട്ട് തന്നെ പോകുള്ളൂ. അല്ല പോകില്ല, അല്ലേ പിന്നെ വല്ല കൊല്ലണം, അല്ലാതെ ഒരു ഒരിക്കൽ നിരക്കും കൊണ്ടാൻ കഴിയില്ല. അതായത് ഇതുവരത്തെ അവരുടെ സമീപനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് പൈസ തരാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുക്കാൻ കാരണം. മകളെ കല്യാണത്തിനാണ് പൈസ ചോദിച്ചത്? മകളെ കല്യാണത്തിന് ചോദിച്ചു, അതിന് മുമ്പ് കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ചോദിച്ചു. അപ്പോഴൊക്കെ അവരെന്നെ ഉഴപ്പി കൊണ്ടുവന്നു. പിന്നെ ഞാൻ കല്യാണത്തിരക്കിൽ വരുമ്പോട്ട് ഞാൻ എങ്ങനെയെങ്കിലും മകളുടെ കല്യാണമല്ലേ അത് നടത്തട്ടെ ഞാൻ നടത്തി. ഞാൻ എന്നിട്ടും പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വരും, നിങ്ങൾ കല്യാണത്തിന് തന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് വരും, അപ്പോഴേലും തരുമുണ്ട്, കാരണം ഇത് കണ്ട് കടം വാങ്ങാനാണ്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞു. നല്ല സപ്പോർട്ടാണ്, പക്ഷെ പൈസ മാത്രം കിട്ടില്ല. നിങ്ങൾക്ക് മാത്രമാണ്? അപ്പോൾ വേറെ ആളുകളുണ്ട്? ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ നോക്കല്ല, എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കി വെക്കുന്നില്ല. അതുകൊണ്ട് ഇതിന് ബാങ്ക് ഒരു പ്രതിസന്ധിയിലായിരുന്നു 6 മാസം മുൻപേ എന്നുള്ളത് അവർ പറയുന്നത്. അത് 6 മാസം മുമ്പ് പ്രതിസന്ധിയിലായി. ഇവിടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജയിലിൽ നിന്ന് വരുന്ന സമയത്തുള്ള അജണ്ടയിൽ പ്രാമുഖ്യം കൊടുക്കുന്നത് പെൺമക്കളുടെ കല്യാണ ആവശ്യങ്ങൾക്ക് അവർ പൈസ കൊടുക്കണം, ആദ്യം അവർ മുൻഗണന കൊടുത്ത് പരിഗണിക്കണം എന്നുള്ളതാണ്. അങ്ങനെ എനിക്കൊരു 1000 രൂപ തന്നിരിക്കണമെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു അവരുടെ പ്രവർത്തികൾ അവർ പ്രാക്ടിക്കലാക്കുന്നത്. ഇതൊന്നും അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ, അവർ വാക്കുകളിലും എഴുത്തുകളിലും മാത്രമാണ്. അപ്പോൾ എന്താണ് ഇവരുടെ നിലപാടെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മുൻകൂട്ടി ഇവിടെ വന്നു, നോട്ടീസ് കൊടുത്തു. 1/2 മണിക്കൂറിൻ്റെ പൈസ വേണമെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ ഈ പ്രതിസന്ധിയിൽ ഷട്ടർ അടച്ച് സമരം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അവരെല്ലാം അംഗീകരിച്ചു. നിങ്ങൾ എന്താ ചെയ്തോളൂ, പൈസ ഇല്ല എന്നുള്ളത്. ഷട്ടർ അടച്ചിട്ടാണ് സമരം? അതെ, ഞാൻ ഒറ്റ സമരമാണ്, എൻ്റെ സമരം രീതി ഇതാണ്. ബാങ്ക് നിങ്ങൾ അടച്ചിരിക്കുകയാണ്? അതെ, തീർച്ചയായിട്ടും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും പ്രവേശനം പാടില്ല. ഇനി കൂടുതൽ സമയം ഒരു വർക്ക് ചെയ്യട്ടെ. എന്നിട്ട് അതായത് ഇപ്പോൾ ഇന്നൊരു പൈസ നാളെ അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുകയാണ്, അപ്പോൾ കൂടുതൽ സമയം വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ വന്നാലോ? സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ? ഇല്ല, കൊടുത്തിട്ടില്ല. സ്റ്റേഷനിൽ പരാതി കൊടുത്ത പല ആളുകളും എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങൾ പരാതി കൊടുക്കുന്നു പറയാം, അവർക്കൊന്നും പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കായിട്ട് ഇപ്പോൾ അവർ പൈസ തരില്ലല്ലോ. വിരിക്കണി? അതെ, തീർച്ചയായിട്ടും. മീഡിയ കണ്ടപ്പോൾ ഔട്ടുപോയതാണ്. അവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ്. നമുക്ക് നാടാണെങ്കിലും നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ 500, 1000 പോലും തന്നില്ല എന്നാണ്? 1 രൂപ പോലും തന്നില്ല എന്നുള്ളതാണ്. അത് 5-6 മാസമായി കഴിഞ്ഞതിനായിട്ട് മോളുടെ കല്യാണ ആവശ്യം എന്ന് പറഞ്ഞിട്ടെങ്കിലും എന്തെങ്കിലും തരുന്നില്ല, അപ്പുറം തന്നില്ല. പോലീസ് വന്നാലേ എണീക്കുള്ളൂ? പോലീസ് വന്നാൽ എന്നെ ജയിലിലിടാൻ പറ്റുമെങ്കിൽ എന്നോട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ടുപോയിട്ട് ജാമ്യത്തിൽ വിടുക അല്ലെങ്കിൽ വെറുതെ ഒപ്പിട്ട് വിടുക, അതിനാണെങ്കിൽ ഞാൻ പോകില്ല. കാരണം എന്നെ കൊണ്ടുപോയിട്ട് ജയിലിലിട്ടില്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ പൈസ അടക്കുന്നത് ഇവിടെയാണോ? അടുത്ത നിലപാടെന്താ കാരണം നമ്മളൊന്ന് ഫുഡ് മറ്റേ നമ്മുടെ ബാങ്കിൽ ഉണ്ടാവുകയില്ല. നമുക്ക് നമ്മൾക്കൊന്ന് പണിയിട്ട് കായുണ്ടാക്കിയിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ കായ കഴിച്ച് അങ്ങനെ നമ്മൾ പോകും. ഇവിടെ ചോട്ട് മാത്രമേ നമുക്ക് ഈ വീട് കഴിക്കാം. നിങ്ങളെ ബാക്കിയുള്ളവർക്ക് ആയിരിക്കും വിളിച്ചു പറയും, ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനൊന്നും പറ്റുന്ന പണിക്ക് വരുന്നത് 5 മണി വരും. 5 മണിക്കാണ് പണിച്ച് അതല്ലേ ഞാൻ സമ്മതിക്കാറുള്ളൂ. അയക്കാൻ ഞങ്ങൾ ബാങ്കിലെ ബോർഡങ്ങാണ് നിന്നോട് വന്നേക്ക് പറഞ്ഞു. അത് നിങ്ങൾ ആരും കുഴപ്പമൊന്നുമില്ല. അല്ലേ വിഷയം നിങ്ങൾ എന്നോട് വന്നേക്ക്. നിങ്ങൾ ബോർഡങ്ങാണ് ബോർഡാണെങ്കിൽ പോകാൻ പറ്റില്ലേ? അതെങ്ങനെ നിങ്ങൾ ഓരോരുത്തരും
ബോർഡല്ലേ പൈസ അത് ബോർഡിനെന്താ അങ്ങനെ ഇവിടെ അല്ല എനിക്കെന്താ അത്രയ്ക്ക് ഇടങ്ങാറില്ലോ ഇവിടെ വരരുതല്ലോ അല്ല നിങ്ങൾ വന്നേക്കുന്നത് ബോർഡ് അങ്ങാണെന്ന് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ സ്റ്റാഫ് അല്ല അല്ല നിങ്ങൾ ഇവിടെ ഓരോരുത്തരും ഇവിടുന്ന് പോയാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുക എനിക്ക് പേടിയേ ഉള്ളൂ ഓപ്പൺ ചെയ്ത് നിങ്ങൾ എല്ലാവരും പോകുന്നില്ല ഓരോരുത്തരും ഇത് കുറക്കുന്ന പരിപാടിയില്ല അത് നിങ്ങൾ മറ്റൊരു മാർഗം സ്വീകരിക്കും നിങ്ങൾ എല്ലാവരും ഒരേ കുട്ടികളെ ഐഡിയും പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി ഒരിക്കലും തുറക്കണ പരിപാടിയില്ല